പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് ഭാരതീയ സമയം 5:30 അവസാനിച്ചു. 4 പ്രവിശ്യ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്ന് നടന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നടന്ന സ്ഫോടനത്തിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ഉച്ചയോടെയാണ് സ്ഫോടനമുണ്ടായത്. 5 സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമണത്തിൽ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്കുമേറ്റിട്ടുണ്ട്. പോളിംഗ് അവസാനിപ്പിച്ചപ്പോൾ രാജ്യത്ത് അങ്ങിങ്ങായി നിരവധി പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ദഹ്റ ഇസ്മായിൽ ഖാൻ ജില്ലയിലാണ് ആക്രമണമുണ്ടായത്. പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് വിഭാഗവും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുമാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത്. 266 നാഷണൽ അസംബ്ലി സീറ്റുകളിലേക്കാണ് മത്സരം. പഞ്ചാബ്, സിന്ധ്, ബലൂചിസ്ഥാൻ, ഖൈബർ പാങ്തുങ്ക്വ തുടങ്ങിയ പ്രാദേശിക അസംബ്ലികളിലേക്കുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. കടുത്ത രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ്. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ജയിലിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റിലൂടെ വോട്ട് രേഖപ്പെടുത്തി. നാളെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.